അല്ലാഹ് ഫഖൂലൂ യാ ഇബാദല്ലാഹ് ദവാമൻ മുഖ്ലിസൻ ലില്ലാഹ് റജാഅൻ ഫീ ലിഖാഇല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വകൻസും മിൻ കുനൂസില്ലാഹ് وأمن من عذاب الله مجن بين نار الله لا إله إلا الله. സ്വാലിഹ് നബി അലൈഹിസ്സലാം റബ്ബിന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തുന്നു. തന്റെ മനസ്സും വജസ്സും വബസ്സും ഒരുപോലെ ജഗന്നിയന്താവിന്റെ ദർബാറിലേക്ക് തിരിച്ചുവിടുന്നു. മനസ്സിന്റെ ഉള്ളറയിൽ സങ്കടം പൊട്ടിയിട്ട് ദുആ ചെയ്തു, അല്ലാഹ് ഇവര് ചോദിക്കുന്ന അത്ഭുതം പാറ പിളർന്നിട്ട് പാറയിൽ നിന്ന് ഒട്ടകക്കുട്ടിയെ കിട്ടാനാ റബ്ബേ, നടത്തി കൊടുത്താൽ അവര് വിശ്വസിക്കാമെന്ന് പറയുന്നു. ഒരു പ്രവാചകന്റെ യോഗ്യതയെ ചോദ്യം ചെയ്യുകയാണ് അല്ലാഹ്. അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് നടത്തി കൊടുത്തിട്ട് അവരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരണേ അല്ലാഹ്. സ്വാലിഹ് നബിയുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന ഗദ്ഗദത്തോടെ നടന്നുകൊണ്ടിരിക്കെ ആകാശങ്ങൾക്കും അപ്പുറം അല്ലാഹുവിന്റെ അർശ് എന്ന ഗോളമുണ്ടല്ലോ, ലോകം, ആ ലോകത്തിന്റെ അടിഭാഗത്തിലേക്ക് നിന്നിട്ട് പരിശുദ്ധമായ മഖ്അദ് സിദ്ഖിന്റെ അനുവദിക്കപ്പെട്ട അതിർവരമ്പുകളിലേക്ക്, ഓരങ്ങളിലേക്ക് മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം വന്നെത്തി. ദിവ്യബോധനം നൽകപ്പെട്ടു. ഉടനെ സ്വാലിഹിലേക്ക് പുറപ്പെടണം. ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ 606 ചിറകുകളും വിടർത്തി അത്ഭുതങ്ങൾ നിറഞ്ഞ വലിയ നിഗൂഢതകളുടെ വശ്യമായ ലോകത്ത് നിന്ന് പറന്നുയരാൻ തുടങ്ങി. ആ ഈ 7 ആകാശങ്ങളുടെ വാതായനങ്ങളെയും തഴുകി തലോടിക്കൊണ്ട് നേരെ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് പറന്നിറങ്ങി. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, തങ്ങളെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹ് ഇതിനൊക്കെ കഴിയൂലേ? അതുകൊണ്ട് അവര് ചോദിക്കുന്ന പാറയിലേക്ക് നിങ്ങൾ ഒന്ന് ഇശാറത്ത് ചെയ്യ്, ബാക്കി നടത്തേണ്ടത് മുഴുവനും അല്ലാഹു നടത്തും. സ്വാലിഹ് നബി അലൈഹിസ്സലാം അവർ ഉദ്ദേശിച്ച പാറയിലേക്കൊന്ന് കൈ ചൂണ്ടുന്നു. അവരപ്പോഴും മനസ്സുകൊണ്ട് ചിരിച്ചു, അയ്യേ ഇയാളെന്തോ ഒരു വിഡ്ഢിയാ, കൈ ചൂണ്ടുമ്പോഴേക്ക് പാറ പ്രസവിക്കുകയോ എന്ന തരത്തിൽ അവര് ചിരിച്ചുകൊണ്ടിരിക്കെ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ കൈയുടെ ചൂണ്ടലിന്റെ ആശയം തിരിച്ചറിഞ്ഞതുപോലെ പെട്ടെന്ന് ആ പാറയുടെ പള്ളയിൽ നിന്നൊരു ഞരക്കം കേൾക്കുന്നു. എല്ലാവരും അന്താളിച്ച കണ്ണുപിടിച്ചുകൊണ്ട് ആ പാറയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ ആ പാറയുടെ പള്ളഭാഗം വീർത്തു വരുന്നു. ഒരു 20 പ്രസവത്തിന്റെ നേരമെടുക്കുമ്പോ ഏത് പ്രകാരം പള്ള വീർത്തു പൊന്തി വരുമോ, ഇതേപോലെ ഈ പാറയുടെ പള്ളഭാഗം വീർത്തു നിൽക്കുന്നു. പ്രസവിക്കുന്ന സഹോദരിമാര് പ്രസവ നേരത്ത് പുറപ്പെടുവിക്കുന്ന ഞരങ്ങലും മുക്കലും മൂളലും പോലെ ഈ പാറയിൽ നിന്ന് ഞരങ്ങല് കേൾക്കുന്നു. തങ്ങള് സ്വപ്നം കാണുകയാണോ എന്ന തരത്തിൽ കൗമ മുഴുവനും അന്താളിച്ച് സ്വയം മറന്ന സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട ഈ പാറയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കെ അല്ലാഹ് ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, നിന്റെ കഴിവിനെ ഞങ്ങൾ സമ്മതിക്കുന്നു അല്ലാഹ്, നിന്റെ കഴിവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലാഹ്. ആ കഴിവ് ലോകത്തൊരു ശക്തിക്കുമില്ല അല്ലാഹ്. ആര് വാദിച്ചാലും എന്ത് ന്യായീകരണം നടത്തിയാലും ഇല്ല റബ്ബേ ഇല്ല. നിന്റെ കഴിവിന്റെ സമാനതകളില്ല. നിന്റെ സമതീയത്തിൽ അധിഷ്ഠിതമായ കഴിവിനെ പറ്റിയ കഴിവ് ലോകത്ത് ഒന്നിനുമില്ലേ അല്ലാഹ്. എല്ലാം നിരർത്ഥകമാണ് റബ്ബേ. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. എന്റെ പ്രിയപ്പെട്ടവര്, ഈ പാറയുടെ പള്ള പൊട്ടുന്നു. ആ പാറയുടെ ഉള്ളറയിൽ നിന്ന് നല്ല തടിച്ചു കൊടുത്ത ന്യൂനതകളില്ലാത്ത ഒരു ഒട്ടകം അടിവെച്ചുകൊണ്ടിറങ്ങുന്നു. അത് സ്വാലിഹ് നബിയുടെ മുമ്പിലേക്ക് വരുന്നു.
മനസ്സുകൊണ്ട് മിണ്ടാട്ടമില്ലാതെ നാവടഞ്ഞു പോയ ഈ പരാജിത വിഭാഗത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖൗമി ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ ഫദറുഹാ തഅകുൽ ഫീ അർളില്ലാഹ് വലാ തമസ്സുഹാ ബിസൂഇ ഫയഖുദകും അദാബുൻ ഖരീബ്. സ്വാലിഹ് നബിക്ക് അറിയാം യൗമാനെ വിശ്വസിക്കില്ല. അതുകൊണ്ട് അവന്മാരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് അള്ള തന്ന അള്ളാടെ ദൃഷ്ടാന്തമായ ഒട്ടകമാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാനോട് ദേഷ്യം വെച്ചിട്ടും എന്നോട് വെറുപ്പ് വെച്ചിട്ടും ഈ ഒട്ടകത്തെ കൊല്ലരുത്, അറക്കരുത്, ചാട്ട കൊണ്ടടിക്കരുത്, വിശപ്പിലിടരുത്, ദുരിതപ്പെടുത്തരുത്. അത് നിങ്ങൾ അതിന്റെ പാട്ടിന് വിട്ടേക്കണം. വിശാലമായ ചരിത്രമാണ്, പക്ഷെ എനിക്കിപ്പോ അത് വിശദീകരിക്കാനുള്ള നേരം ഇവിടെ ഇല്ല. വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് കുറയ്ക്കെന്ന് പറയാം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിന്നാ മതിയല്ലോ. നീ അത് നന്നായിട്ടാണ് സൗണ്ടെങ്കിലേക്കുമ്പോഴേ രാഹത്തുള്ള. അപ്പോ അതുകൊണ്ട് ഇതിനൊന്നും ചെയ്യരുത്, നിങ്ങളങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. അതെന്നും പാല് തരും, ആ പാല് നിങ്ങൾ ആവശ്യത്തിന് കറന്നു കുടിച്ചോ, എന്നിട്ട് അതിന് നിങ്ങൾ വെള്ളം കൊടുക്കണം, നിങ്ങൾ അതിനെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞു വിട്ടു. ഉമ്മാരും വിശ്വസിച്ചില്ല. ഉമ്മാർ അതേപോലെ തന്നെ അവന്മാരെ പാട്ടിന് നടന്നു. അതിനിടയിലെ ഒരു രാത്രി സ്വാലിഹ് നബി പറഞ്ഞു, ഈ ഒട്ടകത്തെ നിങ്ങൾ അറത്താൽ അള്ളാഹു നിങ്ങളെ കരിഭണമാക്കി നശിപ്പിച്ചു കളയും, അള്ളാഹുടെ ശിക്ഷ. അതുകൊണ്ട് തുടരുതെന്ന് പറഞ്ഞു. ഒരു രാത്രി അവരുടെ ജീവിതത്തിലെ നമ്മുടെ ഭാഷയെ പറഞ്ഞ കാളരാത്രി, അവരുടെ ഏറ്റവും തകർച്ചയുടെ ദാരുണമായ രാത്രി. ആ രാത്രി ഒരു പറ്റം ചെറുപ്പക്കാര് രാത്രി ഇരുന്നു കൊണ്ട് കള്ളുകുടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലിരുന്നു. കള്ളു തലയ്ക്ക് കയറിയിട്ട് രോഷം കൊണ്ടിട്ട് സ്വാലിഹ് നബിയോട് ഈർഷ്യത വന്നിട്ട് അതിൽ നിന്ന് ഖുദാറെന്ന് പേരുള്ള ഒരു ഭൂമി കണ്ട ഏറ്റവും പരാജിത, നാളത്തെ നരകത്തിലെ ഏറ്റവും വലിയ ചാവാലിപ്പട്ടി അവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരുത്തന്റെ പേരായി ഖുദാർ, ചെറുപ്പക്കാരനാണ്. അവൻ പറഞ്ഞു, നാളെ ഞാൻ സ്വാലിഹിന്റെ ഒട്ടകത്തെ കൊല്ലും. സ്വാലിഹ് നബി പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്ത് തുടരുത്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, തൊട്ടാൽ ആകാശത്ത് നിന്ന് ശിക്ഷ ഇറങ്ങുന്നു. ഇവൻ പറഞ്ഞു, നാളെ ഞാൻ എന്തായാലും സ്വാലിഹിന്റെ ഒട്ടകത്തെ കൊല്ലും. അവൻ വീട്ടിൽ പോയി അഗ്രഭാഗത്ത് ഉഗ്രവിഷം ഊട്ടപ്പെട്ട ബില്ല് അമ്പുമായി എല്ലാം സെറ്റ് ചെയ്തു. പിറ്റേന്ന് രാവിലെ അവൻ ഒരു വലിയ പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്നു. അവനറിയാം അതുവഴി മേഞ്ഞിട്ട് ഒട്ടകം വരുമെന്ന്. അവനങ്ങനെ കാത്തിരുന്നു. ആ ഒട്ടകം അതുവഴി വന്നു. സാധാരണ പോലെ അത് മേഞ്ഞുകൊണ്ടിരിക്കെ അതിന്റെ പിൻകാലിന്റെ മടമ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഉന്നം പിടിച്ച് ഒരു കണ്ണടച്ച് മറ്റേ കണ്ണുകൊണ്ട് അമ്പ് വില്ലിനോട് തൊടുത്ത് കൃത്യമായി ഉന്നം പിടിച്ചു ശക്തമായി. അതിന്റെ ആ മടമ്പ് അവന്റെ ശ്രദ്ധയിലും അവന്റെ കണ്ണിന്റെ കൃഷ്ണമണികളിലും കൃത്യമായി കിട്ടിയ പാടെ അവൻ കയ്യിൽ നിന്ന് ബില്ല് അമ്പിൽ നിന്ന് തൊടുത്തു വിട്ടു. അല്ല, ബില്ലിൽ നിന്ന് അമ്പിനെ തൊടുത്തു വിട്ടു. ജീവിതത്തിന്റെ പരാജയത്തെ തൊടുത്തു വിട്ടു. സർവനാശങ്ങളുടെ വെള്ളി പൊട്ടാനുള്ള ഭീകരമായ ബ്രഹ്മാസ്ത്രത്തെ അവന്റെ ബില്ലിൽ നിന്ന് അവൻ തന്നെ തൊടുത്തു വിട്ടു. പ്രിയപ്പെട്ടവരെ, അത് കൃത്യമായി ചെന്നു. അത് നേരെ സ്വാലിഹ് നബിയുടെ ഒട്ടകത്തിന്റെ മടമ്പിൻകാരനെ കുത്തിപ്പൊട്ടിച്ചു കളഞ്ഞു. നിൽക്കാൻ കഴിയാതെ അത് താഴെ വീണു. ഉടനെ അവൻ കത്തിയെടുത്തു, വേമാരി മുഴക്കി, കണ്ടോ ഞാൻ സ്വാലിഹിന്റെ ഒട്ടകത്തെ അറക്കാൻ പോവേ, എന്നെ പോലെ ധൈര്യമാർക്കുണ്ട്. ഇവൻ നേരെ ചെന്നിട്ട് അതിന്റെ കഴുത്തറുത്തു. അത് പടച്ചില്ല, അത് വെപ്രാളം കാണിച്ചില്ല, അത് അതുപോലെ അങ്ങ് കിടന്നു. അതാണ് ദൃഷ്ടാന്തല്ലേ. ഇവൻ നേരെ ആ ഒട്ടകത്തിന്റെ കഴുത്തറുത്തു. അതിന്റെ ആദ്യ തുള്ളി രക്തം ഭൂമിയിൽ വീഴുന്ന പാടെ അവരുടെ നാടുകളിൽ ഉണ്ടായിരുന്ന പക്ഷികൾ മുഴുവനും ബഹളം വെച്ചുകൊണ്ട് പറന്നുകൊണ്ട് ഉയരാൻ തുടങ്ങി. അവരെ വീടുകളിൽ വളർത്തിക്കൊണ്ടിരുന്ന നായകൾ മുഴുവനും അവരുടെ വീടുകളിൽ വളർത്തിക്കൊണ്ടിരുന്ന നായകൾ മുഴുവനും എന്തോ അന്തരീക്ഷത്തിൽ നിന്ന് കണ്ട് പേടിച്ചതുപോലെ മേൽപോട്ട് നോക്കി ഓരിടാൻ തുടങ്ങി, മുഴങ്ങാൻ തുടങ്ങി. എന്തോ ഒരു അപകടം അവർക്ക് മടക്കുന്നതുപോലെ പെട്ടെന്ന് സ്വാലിഹ് നബി അവരുടെ മുമ്പിലേക്ക് കടന്നു വന്നു. കെന്നബത്ത് സമോദബി തഖ്വാ ഇതിൻബാന അസ്ഹാ فقال لهم رسول الله ناقة الله وسقياها فكذبوه فأثروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها
സ്വാലിഹ് നബി ഞെടിയിടയിൽ അവരെ മുമ്പിലെത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് ഒട്ടകത്തെ അറക്കരുതെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ ഈ തോന്നിവാസമൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ആ ഒട്ടകത്തെ തുടരുതെന്നല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ ഒട്ടകത്തെ അറുത്തുവല്ലേ? അള്ളാഹുവിന്റെ തീരുമാനം വന്നെത്തിയിരിക്കുന്നു. തമത്തഉ ഫീ ദാരികും സലാസത അയ്യാം ദാലിക വഅദുൻ ഗൈറു മക്ദൂബ്. 3 ദിവസമേ ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളൂ. ഇനി ഒരു ഒബ്ജക്ഷനുമില്ല. ഇനി ആരും നിലവിളിച്ചിട്ടും ഫലമില്ല. അല്ലാഹുവിന്റെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള ശിക്ഷ ഇറങ്ങിയിരിക്കുന്നു. വെറും 3 ദിവസം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ നടത്തിക്കോ. രസിച്ച് രതിച്ച് സുഖിച്ച് എങ്ങനെയൊക്കെ ജീവിക്കണമോ, തിന്നണമോ, തിന്നു കൊഴുത്ത് ജീവിച്ചോ. വെറും 3 ദിവസം. 3ാമത്തെ ദിവസം നിങ്ങൾ തകർക്കപ്പെടും. സ്വാലിഹ് നബി അലൈഹി സ്വലാം വിളിച്ചറിയിച്ചു. അല്ലാഹ് പറഞ്ഞു, സ്വാലിഹ് നബിയോട് നാട് വിടാൻ പറഞ്ഞു. സ്വാലിഹ് നബി പോയി. ആ 3 ദിവസത്തിന്റെ 1ാമത്തെ ദിവസം അഥവാ ഒട്ടകത്തെ അറത്തിട്ട് അതിന്റെ ചോര ഭൂമിയിൽ വീണ 1ാമത്തെ ദിവസം ഇവരുടെ ശരീരം മുഴുവനും മഞ്ഞ കളറായി മാറി. പ്രിയപ്പെട്ടവര്, ഒരു തരം വിളറിയ മഞ്ഞ കളറായി മാറുന്നു. സമാധാനമില്ലാതെ പരക്കം പായുന്നു. ആ നാടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ അവർക്ക് മാർഗമില്ല. കാരണം മലക്കുകളുടെ അദൃശ്യമായ വലയങ്ങളുടെ ഉള്ളറയിൽ അവരെ അകപ്പെട്ടുപോയി. ഒരു നിരപരാധിയും അവരുടെ നാട്ടിലെത്താനും അല്ലാഹു അനുവദിച്ചില്ല. ആ നാട്ടിന്റെ ഉള്ളറയിൽ അവരെ കഴിഞ്ഞുകൂടി 1ാമത്തെ ദിവസം കഴിഞ്ഞു. 2ാമത്തെ ദിവസം കടന്നിട്ടു. അവരുടെ ശരീരം മുഴുവനും ചുവന്നു കൊടുത്തു. കണ്ണിന് കുത്തുനോവ് അനുഭവപ്പെടുന്ന വല്ലാത്തൊരു ചുവപ്പ്. ആ ചുവപ്പ് അവരുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയപ്പോ അവർക്ക് ഭയം തോന്നിപ്പോയി. 3ാമത്തെ ദിവസം കടന്നിട്ടു. അവർക്ക് പ്രവാചകൻ അനുവദിച്ചു നൽകിയ 3ാമത്തെ ദിവസം പ്രിയപ്പെട്ടവരെ, ആ 3ാമത്തെ ദിവസം അവരെഴുന്നേൽക്കുമ്പോ അവരുടെ ശരീരം മുഴുവനും കറുകറുത്ത് കരുവാളിച്ചിരിക്കുന്നു. ഉമ്മാക്ക് മകളെ തിരിയുന്നില്ല, ബാപ്പാക്ക് മകനെ തിരിയുന്നില്ല, അയൽക്കാരനെ തിരിയുന്നില്ല. ഒരു സൂര്യനും അവർക്ക് വെളിച്ചം വീശാൻ വന്നില്ല. ഒരു ചന്ദ്രനും അവർക്ക് നിലാവിന്റെ സമാധാനത്തിന്റെ ദൂത് പെയ്തിറക്കിയില്ല. ഒരു നക്ഷത്രങ്ങളും അവർക്ക് വേണ്ടി താരാട്ടിന്റെ മധുവിന്റെ പ്രഭ ചൊരിഞ്ഞു കൊടുത്തില്ല. ഒരു അല്ലാഹുവിന്റെ വലക്കുകൾക്കും അവർക്ക് സമാധാനത്തിന്റെ അഭയം നൽകിയില്ല. അവരിലേക്ക് അടിച്ചു നീക്കുന്ന കാറ്റുകൾ പോലും ചോരയുടെ കഥ അവരോട് പറയുന്നത് പോലെ അവര് സ്വാലിഹ് നബിയാകുന്ന പ്രവാചകനെ അന്വേഷിച്ചു. പക്ഷേ അവർക്ക് ആ പ്രവാചകനെ കണ്ടുകിട്ടാൻ കഴിവില്ല. പ്രിയപ്പെട്ടവര്, അപ്പോഴും അവരെ നായകൾ നിർത്തില്ലാതെ നിലവിളിക്കൂ. വേറെ ജീവികളൊന്നുമില്ലാത്തതുമെല്ലാം പറന്നു. നായകളെന്തോ പേടിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ഭീകരത തിരിച്ചറിഞ്ഞതുപോലെ ആ നായകളെ നിലവിളിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് കറുകറുത്ത മേഘങ്ങളുടെ പടയണികൾ വലിയ വലിയ പന്തലിരിക്കുന്നു. ആ മേഘക്കൂട്ടങ്ങളുടെ കൊള്ളകളിൽ നിന്ന് വലിയ മിന്നലുകൾ പൊട്ടുവീഴുന്നു. അവരുടെ ഭൂമിക്ക് താങ്ങാൻ കഴിയാത്ത വലിയ വലിയ വെല്ലുവിളികൾ പൊട്ടുന്നു. അവരുടെ ഭൂമി പ്രകമ്പനം കൊണ്ട് ചടുലമാടിക്കൊണ്ടിരിക്കൂ. കേന്ദ്രത്തെ സഹോദര ഭഗവാ فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. പെട്ടെന്ന് ശക്തമായ ഒരു വെള്ളിടിപ്പൊട്ടുന്നു. അവരുടെ സ്മരണപുടങ്ങൾ മുഴുവനും ആ ശബ്ദം കേട്ട് തകർന്നു പോകുന്നു. അവരുടെ ഹൃദയങ്ങൾ മുഴുവനും പൊട്ടിവീഴുന്നു. ഒന്നായി ചപ്പ് മലക്കുന്നു. ഒരു ജീവൻ പോലും ബാക്കി വെക്കാതെ, ഒരു ജീവന്റെ തുടിപ്പ് പോലും ബാക്കി വെക്കാതെ സ്ഥലകാല സങ്കല്പങ്ങൾക്ക് അതീതനായ സർവലോക സംരക്ഷകനായ ജമാപുരത്തിന്റെ സുഖത്തിന്റെ ഉടമസ്ഥനായ അന്ധകടാഹത്തെ അടക്കിപ്പിടിക്കുന്ന യജമാനനായ സർവേശ്വരനായ സർവതമ്പുര പടച്ചതമ്പുര സർവരുതിയായ പടച്ചതമ്പുര ആ നാടൊന്നാകെ തകർത്ത് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം മറ്റു ഭാഗങ്ങളിൽ എഴുന്നേക്കുന്നവർക്ക് ആ നാട്ടിൽ മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുപോലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ ആ ഭൂമിക മുഴുവനും അല്ലാഹു തകർത്തെറിഞ്ഞു കളഞ്ഞു.